വോട്ട് നേടിത്തരൂ, ഭരണം നടത്താം. വോട്ട് നേടിത്തരൂ, ഭരണം നടത്താം. വോട്ട് നേടിത്തരൂ, ഭരണം നടത്താം. വോട്ട് നടക്കുന്നു. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി അസം രാഷ്ട്രീയത്തിൽ 3-ാം സ്ഥാനത്ത് തുടരുന്ന പാർട്ടിയാണ് AIUDF. നമ്മോടൊപ്പം അതിൻ്റെ സുപ്രീമോ ബദറുദ്ദീൻ അജ്മൽ സാഹിബുണ്ട്. അജ്മൽ സാഹിബ്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? നോക്കൂ, ഓരോ തെരഞ്ഞെടുപ്പും അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പിൽ പുതിയ പുതിയ മുഖങ്ങൾ സ്ഥാനാർത്ഥികളായി ഉണ്ടാകും. ചിലർ പുതിയവരായിരിക്കും, ചിലർ പഴയവരും. തെരഞ്ഞെടുപ്പിൽ പുതിയ പുതിയ വിഷയങ്ങൾ ഉയർന്നുവരും. പുതിയ പുതിയ ഇഷ്യൂകൾ ഉയർന്നുവരും. ഓരോ പഴയ പാർട്ടിയും അധികാരത്തിൽ വരാൻ ശ്രമിക്കും. പഴയവരെ തോൽപ്പിക്കാൻ ശ്രമം നടക്കും. പുതിയ ആൾ ജയിച്ചു വരാൻ ശ്രമം നടക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരുപോലെയല്ല. ഓരോ തവണയും തെരഞ്ഞെടുപ്പ് പുതിയ വെല്ലുവിളികൾ കൊണ്ടുവരുന്നു. തെരഞ്ഞെടുപ്പ് ഫലങ്ങളും വ്യത്യസ്തമായിരിക്കും. ജനങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ പ്രതീക്ഷകളാണ് ഉണ്ടാവാറുള്ളത്. ഇത്തവണ കോൺഗ്രസുമായി സഖ്യമില്ലാത്തത് നിങ്ങൾക്ക് എത്ര വലിയ തിരിച്ചടിയാണ്? നോക്കൂ, കോൺഗ്രസ് ഞങ്ങളോടൊപ്പം ചേർന്നില്ല. കോൺഗ്രസ് അവരുടെ 9 വലിയ പ്രമുഖരെ BJPയിലേക്ക് അയച്ചു. ഞങ്ങളുമായി സഖ്യമുണ്ടാക്കിയില്ല. എന്നിട്ടും കോൺഗ്രസ് ഇതാഗ്രഹിക്കുന്നു. അഖിൽ ഗൊഗോയ് സാറുണ്ട്. അദ്ദേഹത്തിന് ഒരേ ഒരു MLA ആണുള്ളത്. ലുറിൻജ്യോതിക്ക് ഒരു MLA പോലുമില്ല. അതിനുശേഷം CPI CPMന് ഒരേ ഒരു MLA ആണുള്ളത്. അപ്പോൾ കോൺഗ്രസ് +2. ഇതുവരെയുള്ള മഹാസഖ്യം കോൺഗ്രസ് +2 ആണ്. അതുകൊണ്ട് അവരെങ്ങനെ ജയിക്കും? എങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കും? ഗൗരവ് ഗൊഗോയ് സാറും കോൺഗ്രസ് നേതാക്കളും പുതിയ വസ്ത്രങ്ങളൊക്കെ തയ്പ്പിച്ച് തയ്യാറായി നിൽക്കുകയാണെന്ന് കേട്ടു. മുഖ്യമന്ത്രിയാകും. വകുപ്പുകൾ വിഭജിച്ചു കഴിഞ്ഞു. ഇയാൾ വിദ്യാഭ്യാസ മന്ത്രിയാകും, മറ്റേയാൾ റവന്യൂ മന്ത്രിയാകും. ഇതുണ്ടാകും. ഹേയ്, എന്തെങ്കിലും നടക്കുമ്പോൾ അതുണ്ടാകുമല്ലോ. അസമീസ് മേഖലയിലെ തേയിലത്തോട്ടങ്ങളിൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. അലിയും കൂലിയും ഞങ്ങളുടെ 2 പോക്കറ്റുകളിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ജയിക്കുമെന്ന് കോൺഗ്രസ് പറയുമായിരുന്നു. ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. എന്നിട്ട് അലിയും പോയി, കൂലിയും പോയി. ഇതാണ് അവസ്ഥ. കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയായി മുസ്ലിം ലീഗായി മാറി. മുസ്ലിം മേഖലകളിൽ മാത്രം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി. നിങ്ങൾ വെവ്വേറെ മത്സരിക്കുന്നതുകൊണ്ട് BJPക്ക് ഒരു വലിയ നേട്ടമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. 6 മാസമായി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 6 മാസം കൊണ്ടല്ലെങ്കിൽ കുറഞ്ഞത് 100 തവണയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ കേൾക്കില്ല. കാരണം ഇപ്പോൾ നേതൃത്വം പോലും ഹേമന്ത് ബിശ്വ ശർമ്മയുടെ പോക്കറ്റിലാണ്. അവർ വരാനേ ആഗ്രഹിക്കുന്നില്ല, വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവർ വിട്ടുകൊടുത്തു. ഇപ്പോൾ അസമീസ് മേഖലയിൽ കോൺഗ്രസ് ഒരു സീറ്റ് പോലും നൽകിയില്ല. അഖിൽ ഗൊഗോയ്ക്ക് 13 സീറ്റ് കൊടുത്തു. അതിൽ 2-3 മൈനോറിറ്റി സീറ്റുകൾ കൊടുത്തു. കാരണം മൈനോറിറ്റി ഏരിയയിലും കോൺഗ്രസിന് വിശ്വാസമില്ലാതായി. കോൺഗ്രസ് എല്ലാം കൂടി എനിക്ക് തോന്നുന്നില്ല മൈനോറിറ്റി ഏരിയയിൽ 10-12 സീറ്റുകൾ പോലും കിട്ടുമെന്ന്. മൈനോറിറ്റി ഏരിയയിൽ ആ വിഷയമേ ഇല്ല. എല്ലാം കൂടി ഞങ്ങളുടെ അനാലിസിസ് കോൺഗ്രസ് 20 പോലും കടക്കില്ല എന്നതാണ്. എനിക്ക് പറയാറുള്ളത്, നിങ്ങൾ കോൺഗ്രസിനോടാണോ അതോ BJPയോടാണോ പോരാടുന്നത് എന്നാണ്. ഞങ്ങൾ BJPയോടാണ് പോരാടുന്നത്. ഞങ്ങൾ ഇതാണ് പറയുന്നത്, കോൺഗ്രസ്സുകാരെ വരൂ, BJPയോട് പോരാടൂ. പക്ഷേ കോൺഗ്രസിന് ഒരു സ്ട്രാറ്റജിയും ഉള്ളതായി തോന്നുന്നില്ല. ആ BJPക്കാർ ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു. നിങ്ങൾ BJPയുടെ B ടീമാണെന്ന്. ഞങ്ങൾ BJPയുടെ B ടീമാണത്രേ. ഞാൻ പറയുന്നു നിങ്ങൾ BJPയുടെ A ടീമാണെന്ന്. എന്റെ വാദം ഇതാണ്, ഞങ്ങളുടെ ഒരാൾ മാത്രമേ പോയിട്ടുള്ളൂ. അതും AGPയിലേക്കാണ് പോയത്, BJPയിലേക്കല്ല. ഞാൻ വ്യക്തമാക്കാം. കോൺഗ്രസിലെ 9 പ്രമുഖ നേതാക്കൾ BJPയിൽ പോയി കഴിഞ്ഞു. അപ്പോൾ ആരാണ് BJPയുടെ B ടീം? സർ, താങ്കൾ പറഞ്ഞു കൂലിയും അലിയും കോൺഗ്രസിൻ്റെ പ്രധാന പിന്തുണയുടെ അടിസ്ഥാനമായിരുന്നു എന്ന്. പക്ഷേ BJPയും ഹിമന്ത ബിശ്വ ശർമ്മയും അലിയെ എവിടെയൊക്കെയോ അപ്രസക്തമാക്കിയെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെയല്ല. ഇന്ന് അലി അപ്രസക്തനല്ല. അലിക്ക് അത്രയധികം ഡിമാൻഡുണ്ട്. കോൺഗ്രസും അവിടെ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. അഖിൽ ഗൊഗോയും അവിടെ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ലുറിൻജ്യോതിയും അവിടെ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അത് പണ്ടേ നമ്മുടെ വോട്ട് ബാങ്ക് ആയിരുന്നല്ലോ. അതുകൊണ്ട് ആ അപ്രസക്തന്റെ വില എല്ലാവർക്കും കൂടി. എന്നാൽ ഈ പങ്കുവെക്കലിൽ BJPക്കായിരിക്കും നേട്ടം. ഇത് കോൺഗ്രസിന് നന്നായിട്ടറിയാം. അറിയില്ലെങ്കിൽ കുറഞ്ഞത് 100 തവണയെങ്കിലും. അസമിൽ ഹേമന്ത ബിശ്വ ശർമ്മ വീണ്ടും വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അതല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസുകാർ ഈ സ്ഥാനത്ത് വരാൻ യോഗ്യരയല്ല. പക്ഷേ നാളെ ഞങ്ങളെ വിളിക്കേണ്ടി വരുന്ന അത്രയും കഠിനാധ്വാനം കോൺഗ്രസ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. BJPയുടെ കൂടെ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഞങ്ങളെ ഉൾപ്പെടുത്തിയാണെങ്കിലും കോൺഗ്രസിന് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുമെങ്കിൽ അവരത് ചെയ്യട്ടെ. ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയും
പിന്തുണയ്ക്കുകയും ചെയ്യും. സർ, എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞു അവർ ബി ടീമാണെന്ന്, അവർ എ ടീമാണെന്ന്. അവർ നിങ്ങളോട് പറയുന്നു അവർ ബി ടീമാണെന്ന്. ഈ രാജ്യത്ത് BJPക്കെതിരെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രസ്താവന നൽകിയാൽ അസം പോലീസ് നിങ്ങൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ ഹേമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ സംസാരിച്ചു, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. എന്തുപറ്റി? കോൺഗ്രസുകാർക്കെതിരെ നടപടിയുണ്ടായി. 2-4 പേരുകൾ പറയൂ. പ്രദ്യുത് ബോർദോലോയ്, അദ്ദേഹത്തിന്റെ MP സ്ഥാനം പോയി. MLA ടിക്കറ്റ് വാങ്ങിയതുകൊണ്ട് അവർ ഒത്തുകളിയിലാണ്. പിന്നെങ്ങനെ അവർക്കെതിരെ കേസുണ്ടാകും? BJP വന്നാൽ പിന്നെ മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കാരണം അമിത്ഷാജി പറഞ്ഞിട്ടുണ്ട്, നുഴഞ്ഞുകയറ്റക്കാരെ ഞങ്ങൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുമെന്ന്. ഈ കാര്യം കോൺഗ്രസിനാണ്. അവരൊരു വലിയ പാർട്ടിയാണ്. BJPക്ക് വരാൻ ഒരവസരം കൊടുക്കരുതെന്ന് അവർ കൂടുതൽ ചിന്തിക്കണം. ഞങ്ങൾ അതിനെതിരെ പോരാടുകയാണല്ലോ. കോൺഗ്രസുകാർ 9 പേരെ അയച്ചു. അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു. അപ്പോൾ BJPയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ വെറുതെയാണോ? അവർ BJPയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ശമ്പളം വാങ്ങുന്ന സേവകരാണ്. കോൺഗ്രസിലെ ഓരോ നേതാവും ഹേമന്ത ബിശ്വ ശർമ്മയുടെ ശമ്പളം വാങ്ങുന്ന സേവകനാണ്. എനിക്ക് നിങ്ങളോട് ഒരു അവസാന ചോദ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കൊരു അതിജീവനത്തിന്റെ തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നുണ്ടോ? നോക്കൂ, കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 15 പേരുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ 2.5 വർഷം മുൻപ് പുറത്താക്കിയതാണ്. ഞങ്ങൾക്ക് 13 പേരുണ്ടായിരുന്നു. ഇൻഷാല്ലാ, നിങ്ങളിത് എഴുതി വെച്ചോളൂ. അള്ളാഹുവിൽ വിശ്വസിച്ച് ഇന്ന് ഞങ്ങൾ ഇത് പറയുകയാണ്. എനിക്ക് 25-ൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇൻഷാല്ലാ ഞങ്ങൾ 20 കടക്കും.